Okay. Now, chapter 11 to chapter 15 in the chapter 11 പറയുന്ന false evidence and offences against public justice. Okay. അപ്പോൾ ഈ chapter 11 ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, false evidence and offense against public justice. ഇതിന്റെ അകത്ത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന false evidence എന്നാണ്. ഈ offense against public justice ഞാൻ അധികം ക്വസ്റ്റ്യൻ ഒന്നും കണ്ടില്ല അതിന്റെ അകത്ത്. അപ്പം ഈ ചാപ്റ്റർ 11 സെക്ഷൻ 191 തൊട്ട് 229A വരെ ഉണ്ട്. അതിൽ 191 തൊട്ട് 200 വരെ, അതായത് 10 സെക്ഷൻസ് മാത്രമാണ് ഫാൾസ് എവിഡൻസിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഈ 10 സെക്ഷൻസിൽ 191 തൊട്ട് 196 വരെയാണ് നമുക്ക് ടീച്ചർ ക്ലാസ്സിൽ ഓൾറെഡി എടുത്തത്. ആ 191 തൊട്ട് 196 വരെയാണ് ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടും കണ്ടത്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. അതാണ് ഗിവിംഗ് ഫാൾസ് എവിഡൻസ്, ഫാബ്രിക്കേറ്റിംഗ് ഫാൾസ് എവിഡൻസ്, punishment for giving and fabricating false evidence, an aggravated form of giving and fabricating false evidence. അതാണ് 194, 195. 196 എന്ന് പറയുന്നത് using false evidence. 195A എന്ന് പറയുന്നത് threatening to give false evidence. ഒരാളെ ഭീഷണിപ്പെടുത്തി അയാളെ കൊണ്ട് കോടതിയിൽ ഒരു false evidence കൊടുപ്പിക്കുക. 191 to 196ന്റെ ഇടയ്ക്ക് ഒരു 195A ഉണ്ട്. ഇതാണ് എസ് എ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒഫൻസ് അഗെയിൻസ്റ്റ് പബ്ലിക് ജസ്റ്റിസ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയും കണ്ടില്ല. ഇനി നമുക്ക് നോക്കാം മാഡം എങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇനി അത് ചാപ്റ്റർ 11. ഓക്കെ, ചാപ്റ്റർ 12 ആണ് ഒഫൻസസ് റിലേറ്റിംഗ് ടു കോയിൻ ആൻഡ് ഗവൺമെന്റ് സ്റ്റാമ്പ്സ്. ഇതൊരു എസ് എ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടു. ഇത് ക്രൈംസിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഇങ്ങനെയാണ്. ഡിസ്കസ് ദ ഒഫൻസ്, ഇത് സ്ട്രെയിറ്റ് അങ്ങ് ചോദിക്കുക. ഡിസ്കസ് ദ ഒഫൻസ് റിലേറ്റിംഗ് ടു കോയിൻ ആൻഡ് ഗവൺമെന്റ് സ്റ്റാമ്പ്സ്. അത് 12.5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ 230 to 263A സെക്ഷൻസ് ആണ്. ഒരുപാട് സെക്ഷൻസ് ഉണ്ട് അതിന്റെ. നിങ്ങൾ നോക്കി നോക്കി 230 to 263A എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോർ ദാൻ 33 സെക്ഷൻസ് ഉണ്ട്. ഈ സെക്ഷൻസ് 12.5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യണം. അപ്പൊ എന്താ നമ്മൾ ചെയ്യുക? അപ്പം നമ്മൾ അച്യുതൻപിള്ളയുടെ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു 3-4 പേജിൽ അയാൾ റെഡ്യൂസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ചാപ്റ്റർ നമ്മൾ വായിക്കണം, അത് ഡിസ്കസ് ചെയ്യണം. അപ്പൊ ഒരു ദിവസം നമുക്ക് കോയിൻ ആൻഡ് ഗവൺമെന്റ് സ്റ്റാമ്പ്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചാപ്റ്റർ ആണ് ഒഫൻസസ് റിലേറ്റിംഗ് ടു വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾസ് വെയിറ്റ് ഉപയോഗിക്കുക, അതായത് കള്ള വെയിറ്റുകൾ ഉപയോഗിക്കുക. ചില ഷോപ്സിലൊക്കെ ഉപയോഗിക്കുമല്ലോ, അതിനോട് റിലേറ്റ് ചെയ്ത്. പിന്നെ ഫോൾസ് മെഷേഴ്സ്, അതായത് ഇപ്പൊ റൂളറിന്റെ ഒക്കെ തെറ്റായ റൂളേഴ്സ് ഉണ്ടാക്കിയിട്ട് മെഷർ ചെയ്യുക, അല്ലെങ്കിൽ തെറ്റായ വെയിറ്റുകൾ ഉപയോഗിച്ചിട്ട് ഫോൾസ് വെയിറ്റ് ഉപയോഗിക്കുക. അതിനോടുള്ള ഒഫൻസ് ആണ് ചാപ്റ്റർ 13. കോയിൻ ആൻഡ് ഗവൺമെന്റ് സ്റ്റാമ്പ്സ് എന്ന് പറഞ്ഞാൽ കൗണ്ടർ ഫീറ്റ് ചെയ്യുക കേട്ടോ. ഗവൺമെന്റിന്റെ സ്റ്റാമ്പോ ഗവൺമെന്റിന്റെ കോയിനോ ഒക്കെ കൗണ്ടർ ഫീറ്റ് ചെയ്യുന്നതാണ് ഒഫൻസസ് റിലേറ്റിംഗ് ടു കോയിൻ ആൻഡ്. അത് ചാപ്റ്റർ 12. ചാപ്റ്റർ 13 ഞാൻ കണ്ടിട്ടുണ്ട്. ഡിസ്കസ് ദ ഒഫൻസ് ടു വെയിറ്റ് ആൻഡ് മെഷേഴ്സ്. ഇതും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഒഫൻസസ് അഫക്റ്റിംഗ് ഈ ചാപ്റ്റർ 14 നിന്നാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എസ് എ ക്വസ്റ്റ്യനിലും ഞാൻ കണ്ടു, പിന്നെ നമ്മൾ ഷോർട്ട് ക്വസ്റ്റ്യനിലും കണ്ടു. അപ്പൊ ഒഫൻസസ് അഫക്റ്റിംഗ് ഈ ചാപ്റ്റർ 14 ഞാൻ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒഫൻസസ് അഫക്റ്റിംഗ് പബ്ലിക് ഹെൽത്ത്, ഒഫൻസസ് അഫക്റ്റിംഗ് സേഫ്റ്റി ആൻഡ് കൺവീനിയൻസ്, ഒഫൻസസ് അഫക്റ്റിംഗ് ഡീസൻസി ആൻഡ് മോറൽസ്. ഇത് 3 ഞാനിങ്ങനെ ഡിവൈഡ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന ഡിസ്കസ് ഒഫൻസസ് അഫക്റ്റിംഗ് പബ്ലിക് ഹെൽത്ത്, അതൊരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് 268 to 278 സെക്ഷൻസ് ആണ്. 11 സെക്ഷൻസ് ഉണ്ട്. പിന്നെ ഒഫൻസസ് അഫക്റ്റിംഗ് സേഫ്റ്റി ആൻഡ് കൺവീനിയൻസ്. ഈ സേഫ്റ്റി ആൻഡ് കൺവീനിയൻസിന്റെ അകത്ത് വരുന്നതാണ് സെക്ഷൻ 279 to 289. അതിന്റെ അകത്ത് വരുന്നതാണ് അഡൾട്ടറേഷൻ ഓഫ് ഫുഡ്, അതായത് ഫുഡിൽ മായം കലർത്തുക. പിന്നെ ഡ്രഗ്സിന്റെ അകത്ത് മായം കലർത്തുക. ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ മെഡിസിൻസ് കേട്ടോ. പിന്നെ അങ്ങനെ ഒരുപാട് ഒഫൻസസ് വരുന്നുണ്ട്. ഇപ്പൊ സേഫ്റ്റിയിൽ വരുന്നതാണ് റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവിംഗ്, അത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ക്വാറന്റൈൻ സമയത്ത് സെക്ഷൻ 271 ക്വാറന്റൈൻ ലംഘിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്, അതൊക്കെ. പിന്നെ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇത് വരുന്നത്, നമ്മൾ ഈ ഇന്നാൾ ഇവിടെ സംഭവിച്ചില്ലേ, ബോട്ട് ഓവർലോഡ് ചെയ്തിട്ട് കൊണ്ടുപോവുക. അത് ഇതിന്റെ അകത്ത് വരുന്നതാണ് ഒഫൻസസ് അഫക്റ്റിംഗ് സേഫ്റ്റി ആൻഡ് കൺവീനിയൻസ്. അതായത് ഒരു വെസലിന്റെ അകത്ത് കൊള്ളാവുന്നതിൽ കൂടുതൽ ആൾക്കാരെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്ന ഓവർലോഡഡ് വെസൽ, അത് സേഫ്റ്റി ആൻഡ് കൺവീനിയൻസിൽ വരുന്നതാണ്. പിന്നെ ആണ് ഡീസൻസി ആൻഡ് മോറൽസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയി. ഡീസൻസി ആൻഡ് മോറൽസ് 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടു. ഡീസൻസി ആൻഡ് മോറൽ, അതിന്റെ അകത്താണ് ഇത് വരുന്നത്. ഒബ്സീൻ ആക്ട്സ്, പിന്നെ ഒബ്സീൻ ആയിട്ടുള്ള കമന്റ്സ് പറയുക, ഒബ്സീൻ ആക്ട്സ് ആൻഡ് ഒബ്സീൻ സോങ്സ്. ഒരുപാട് കേസ് ലോസ് ഉണ്ട് ഒബ്സീൻ ആക്ട്സ് ആൻഡ് ഒബ്സീൻ. പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു സത്യം ശിവൻ സുന്ദരം എന്ന് പറഞ്ഞിട്ട്. ആ സത്യം ശിവൻ സുന്ദരത്തിൽ ഒരു വളരെ ഒബ്സീൻ ആയിട്ടുള്ള ഒരു ഡാൻസ് ഉണ്ടായിരുന്നു അതിന്റെ അകത്ത്. ആ ഡാൻസ് ഒബ്സീൻ ആയിട്ടുള്ള ഡാൻസ് ആണോ? അപ്പം സിനിമാറ്റോഗ്രാഫി ആക്ട് സെക്ഷൻ 5 പ്രകാരം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിന്റെ അകത്തുണ്ട്.
വാട്ട് ഈസ് ഒബ്സീനിറ്റി? ഒബ്സീനിറ്റി എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ഡീസൻസി എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ഒബ്സീനിറ്റി? ലാക്ക് ഓഫ് ഡീസൻസി ഈസ് ഒബ്സീനിറ്റി. അപ്പൊ നമ്മൾ ഡീസെന്റ് ആയിട്ട് റോഡ് കൂടെ നടക്കണം. ആസ് പെർ ദ സ്പിരിറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ആസ് പെർ ഇന്ത്യൻ പീനൽ കോഡ്, വി ആർ സപ്പോസ് ടു ഡ്രസ് ഡീസെന്റ്ലി. അത് സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ഒബ്സീനിറ്റി? ലാക്ക് ഓഫ് ഡീസൻസി ഈസ് ഒബ്സീനിറ്റി. തോന്നിയ കാര്യം നമുക്ക് നടക്കാനൊന്നും പറ്റില്ല. ആസ് പെർ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 19 ക്ലോസ് 2 എടുത്ത് വായിച്ചു നോക്കൂ. ആർട്ടിക്കിൾ 19 ക്ലോസ് 2 എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അതിൻ്റെ അകത്ത് പറയുന്നത് പബ്ലിക് ഓർഡർ, ഡീസൻസി ആൻഡ് മൊറാലിറ്റി. സോ മൊറാലിറ്റി എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിലും ഉള്ള ഒരു സംഭവമാണ്. പക്ഷെ വാട്ട് ഈസ് മൊറാലിറ്റി എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദാറ്റ് ഈസ് എ ഡിബേറ്റബിൾ ടോപ്പിക്. പലർക്കും പല അഭിപ്രായമായിരിക്കും. അപ്പൊ വാട്ട് ഈസ് ഡീസൻസി, വാട്ട് ഈസ് മൊറാലിറ്റി, വാട്ട് ഈസ് ഒബ്സീൻ ആക്ട്, വാട്ട് ഈസ് ഒബ്സീൻ സോങ്? ഒരു പുസ്തകത്തില് അതാണ് ഒരു ബുക്ക് 3 വോളിയായിട്ട് വന്നു. അതിന്റെ ഒരു വോളിയത്തിന്റെ അകത്ത് ഒരു പേജില് ഒരു സെക്ഷലി കളേർഡ് ആയിട്ടുള്ള ഒരു 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 ഭാഗം ഉണ്ടായിരുന്നു. അതിലാണ് ആ രഞ്ജിത്ത് ഉദ്ദേശി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്രയിൽ വന്നത്. അങ്ങനെ ഒരു പുസ്തകം 3 വോളിയമായിട്ട് ഇറക്കുമ്പോൾ ഏതെങ്കിലും ഒരു വോളിയത്തിലെ ഒരു പോർഷനിൽ മാത്രം ഒരു ഒബ്സീൻ ആയിട്ടുള്ള ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ആ ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിജക്ട് ചെയ്യണം. അത് സെക്ഷൻ 294 വായിച്ചാൽ മനസ്സിലാവും. സെക്ഷൻ 294 ആണ് ഡീസൻസി, മൊറാലിറ്റി, ഒബ്സീനിറ്റിയെ പറ്റി പറയുന്നത്. അവിടുന്ന് ആ ക്വസ്റ്റ്യൻ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടുന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇത് ഒന്നെങ്കിൽ 6 മാർക്സ് അല്ലെങ്കിൽ 12.5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എന്തായാലും വരും. 5 സെക്ഷനേ ഉള്ളൂ, 292 തൊട്ട് 294A വരെ. 292, 93, 94 4 സെക്ഷൻസേ ഉള്ളൂ. അതൊന്ന് സെയിൽ ഓഫ് ഒബ്സീൻ ബുക്സ് ആണ്. മറ്റേത് സെയിൽ ഓഫ് ഒബ്സീൻ ബുക്സ് ടു യങ് പീപ്പിൾ. യങ് പീപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ 20 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ യങ് പീപ്പിൾ ആണ്. അപ്പൊ 20 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും ഒബ്സീൻ ആയിട്ടുള്ള ഓബ്ജക്റ്റ് കൈമാറി കഴിഞ്ഞാൽ അത് സെക്ഷൻ 293 പ്രകാരം അത് ക്രിമിനൽ ഒഫൻസ് ആണ്. പിന്നെ സെക്ഷൻ 294 പറയുന്നത് ഒബ്സീൻ ആക്ട്സ് ആൻഡ് സോങ്സ്. വൾഗർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കമന്റ് പറയുക, അതൊക്കെ തെറ്റാണ്. ആക്ട് ആണ്. പിന്നെ ഒബ്സീൻ സോങ്സ്, ഈ ഫിലിമിൽ വരുന്ന ഒബ്സീൻ സോങ്സ്, അതിൽ ഒരുപാട് കേസ് ലോസ് ഇതിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സെക്ഷൻ 290 പറഞ്ഞിരിക്കുന്നത് പണിഷ്മെന്റ് ഫോർ അതർ നൂയിസൻസ്. അതായത് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടില്ലാത്ത വേറെ ഏതെങ്കിലും ഒരു നൂയിസൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പണിഷ്മെന്റ് എന്താണെന്നുള്ളത് 290 പറഞ്ഞിട്ടുണ്ട്. പിന്നെ കണ്ടിന്യൂൻസ് ആഫ്റ്റർ ഇൻജക്ഷൻ. ഇപ്പൊ ഒരു കോടതി പറയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു നൂയിസൻസ് ചെയ്യരുത്, ഒരു ഇൻജക്ഷൻ ഓർഡർ കോടതിയിൽ വന്നു, എന്നിട്ടും മറ്റേയാൾ ഇത് കണ്ടിന്യൂ ചെയ്യാണ് നൂയിസൻസ്. അപ്പൊ സെക്ഷൻ 291 പ്രകാരം അയാളെ ശിക്ഷിക്കാൻ പറ്റും. പിന്നെ ചാപ്റ്റർ 15 ആണ് ഒഫൻസ് റിലേറ്റിംഗ് ടു റിലീജിയൻ. ഇത്രയും ഭാഗമാണ് 295 to 298. അപ്പൊ ചാപ്റ്റർ 11 to 15 ആണ് യൂണിറ്റ് 1 നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഈ ഫാൾസ് എവിഡൻസിന്റെ കാര്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പബ്ലിക് ഹെൽത്തിനെ പറ്റിയാണ്. പബ്ലിക് ഹെൽത്ത്, സേഫ്റ്റി ആൻഡ് കൺവീനിയൻസ്, ഡീസൻസി ആൻഡ് മൊറാലിറ്റി. അതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിന്റെ അകത്ത് ഇപ്പൊ 1 മിനിറ്റ് കഴിഞ്ഞാൽ കട്ടാവും. രണ്ടാമത് ഞാൻ ലോഗിൻ ചെയ്യണോ? ഞാൻ നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഇതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ പറഞ്ഞോളൂ. മുന്നേ എന്തെങ്കിലും ഞാൻ ഒന്നും കൂടെ ലോഗിൻ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. ഓക്കെ. ഇതിപ്പോ കട്ടായി കഴിഞ്ഞാൽ ഞാൻ ലോഗിൻ ചെയ്യാം. നിങ്ങൾ ലോഗ് ഔട്ട് ചെയ്യണ്ട, നിങ്ങൾ അവിടെ നിൽക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ പറയൂ.